ഗുഹന്റെ വാക്കുകൾ കേട്ടു ലക്ഷ്മണൻ മറുപടി പറഞ്ഞു. മനുഷ്യന്റെ സുഖദുഃഖങ്ങൾക്കു കാരണം അവനവൻ തന്നെ. സുഖദുഃഖങ്ങൾക്കു യഥാർത്ഥ കാരണമായിട്ടുള്ളത് പൂർവജന്മാർജിത കർമ്മമാകുന്നു. പൂർവജന്മങ്ങളിലെ പുണ്യപാപങ്ങളുടെ ബലങ്ങൾ അനന്തര ജന്മങ്ങളിലൂടെ തുടരുന്നു. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യാമെന്നത് ഒരിക്കലും ഉറപ്പിക്കാവുന്ന കാര്യമല്ല. മറ്റാരെയെങ്കിലും സുഖദാതാവായോ ദുഃഖദാതാവായോ കരുതുന്നതും അജ്ഞാനമൂലമാണ്. അറിവുള്ളവർക്കു അങ്ങനെ തോന്നുകയില്ല. വൃഥാഭിമാനം മൂലമാണ്. തൻ്റെ കർമ്മങ്ങളുടെ എല്ലാം കർത്താവ് താൻ മാത്രമാണെന്നു മനുഷ്യൻ വിചാരിക്കുന്നത്. ലോകം കർമ്മപാശത്താൽ ബദ്ധമാണ്. മിത്രങ്ങൾ, ശത്രുക്കൾ, ഉദാസീനർ, ബന്ധുക്കൾ, ബന്ധുവല്ലാത്തവർ, മധ്യസ്ഥർ, സുഹൃജ്ജനങ്ങൾ എന്നിങ്ങനെയുള്ള ഭേദചിന്തകളൊക്കെയും മനസ്സിനെ ഭ്രമിപ്പിക്കുന്നവയാണ്. നാം വിഭാവന ചെയ്യുന്നതനുസരിച്ചാണ് അനുഭവങ്ങൾ സുഖമോ ദുഃഖമോ ആയി മാറുന്നത്. സുഖം, ദുഃഖം എന്നിവ സ്വന്തം കർമ്മവശാൽ ഉണ്ടാകുന്നതാണെന്ന് വിചാരിച്ച് കാലാകാലങ്ങളിലുണ്ടാകുന്ന വിഭിന്നങ്ങളായ അനുഭവങ്ങളെയെല്ലാം ഒരേ മനോഭാവത്തോടെ സ്വീകരിച്ച് സ്വസ്ഥതയോടെ കഴിയേണ്ടതാണ്. ഏതൊന്ന് വന്നു ചേരുന്നുവോ അതൊക്കെയും ഭുജിച്ച് സ്വസ്ഥനായി വാഴണമെന്ന് സാരം. സന്തോഷാനുഭവങ്ങൾക്കു വേണ്ടി പ്രത്യേകമായി ആഗ്രഹിക്കാൻ പാടില്ല. വിധികൃതമായ ഭോഗങ്ങളെ വർജിക്കാനും പാടില്ല. ശുഭവും അശുഭവുമായ കർമ്മങ്ങളുടെ ബലോദയവേളകളിൽ വിഷാദിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നത് വ്യർത്ഥമാണ്. മനുഷ്യ ശരീരം, അതായത് ഇഹലോക ജീവിതം, പുണ്യപാപങ്ങളുടെ വിളഭൂമിയാണ്. അതു വിധി കൽപ്പിതം. ശ്രുത്വാ ഗുഹോക്തികാളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമാദേ ശൃണു മദ്വചനം രാമ, ഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ, കസ്യ സുഖസ്യ വാ കോ ഹി ഹേതുസഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി, സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതീം, മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥാ. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും, തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസത്താരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ,
ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാര്യുദാസീന ബാന്ധവാദ്വേഷ്യ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജ കർമ്മ വശാഗത മൊക്കെയെന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ. യദ്യദ്യതാഗതം തത്ര കാലാന്തരേ തത്തദ്ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തെ ശുഭാശുഭ കർമ്മ ബലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ.